ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗോവയിലെ കാർണിവൽ വിസിറ്റിംഗ് ആണ്. കാരണം കാർണിവൽ ഒരു 6th സ്റ്റേജ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കാർണിവൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടാണ് നടക്കുന്നത്. അത് നമ്മുടെ മപ്സയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഐ തിങ്ക് ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഗോവയിൽ വന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാർണിവൽ വിസിറ്റ് ചെയ്യണമെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് എനിക്ക് കാർണിവൽ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു ഫ്രീ ടൈം കിട്ടില്ല. ഇപ്രാവശ്യം എന്നും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് നേരെ കാർണിവൽ കാണാൻ വേണ്ടി ഇറങ്ങി. ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ രീതിയിലുള്ള കാർണിവൽ ഉത്സവം പരിപാടിയൊക്കെ ആയിരിക്കും. നമ്മളപ്പോൾ പലരും ട്രാവൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗോവയിൽ വരുന്നവർ മാക്സിമം കാർണിവൽ ടൈമിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കാർണിവൽ ഒന്ന് കണ്ടു നോക്കുക. കാരണം അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈല്, അവരുടേതായിട്ടുള്ളൊരു ആഘോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ലൈഫിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മളതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഗോവയിൽ വന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കുറേ നാളായെങ്കിൽ പോലും നമ്മൾ കാർണിവൽ ഞാൻ ഇതുവരെ കാണാൻ പോയിട്ടില്ല. കാരണം എനിക്കതിനുള്ള ടൈം കിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടു. കാരണം അതൊരു 6th സ്റ്റേജായിട്ടായിരിക്കും കാർണിവൽ വരുന്നത്. കാരണം പഞ്ചിമ്, മാർഗോ അങ്ങനെ പല സ്ഥലത്തായിട്ടായിരിക്കും വരുന്നത്. ലാസ്റ്റ് വന്ന മപ്സയാണ് നമ്മുടെ നോർത്തിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അപ്പോൾ ഒന്നും നോക്കില്ല, ഞാൻ നേരെ കാർണിവൽ കാണാൻ പോയി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണും. ഞാൻ എവിടെ പോയാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കാഴ്ചകൾ. എനിക്ക് പുതിയ കാഴ്ചകളിനോട് ഭയങ്കര കാര്യമായിരിക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ അടിച്ചതെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്ക് ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ്. കാരണം അവരുടെ ഒരു നേരത്തെ സന്തോഷം, അല്ലെങ്കിൽ അവരുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൈം, നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം. കാരണം നമുക്ക് ഒരിക്കലും ലൈഫിൽ പിന്നെ തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് ടൈം. ഓക്കെ, നമ്മുടെ ടൈം എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുക. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമുക്കുള്ള ടൈം, ഓക്കെ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളെങ്കിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ അടുത്ത ടൈമിൽ അടുത്ത പ്രാവശ്യം എന്തുണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഗോവ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡിൽ നമ്മൾ TV കണ്ട ഗോവയല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഗോവയിൽ വന്നപ്പോൾ തൊട്ടാണ്. കാരണം ലൈഫിൽ നമ്മൾ പല രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ്, ലൈഫിൽ ഗോവ അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താവും എങ്ങനെയാവുന്നു പല രീതിയിൽ നെഗറ്റീവ് ഒരു അനുഭവിച്ചൊരുത്തനായ. കാരണം അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പല രീതിയിൽ. കാരണം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ ഗോവ. പക്ഷേ ഗോവ എന്ന് പറയുന്ന ഒരു ലൈഫ് എന്ന് പറയുന്ന അവിടുത്തെ നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് എക്സ്പ്ലോർ. ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഗോവ എന്ന് പറയുന്ന സാധനം പല രീതിയിലും നെഗറ്റീവ്സ് ഉള്ള ഒരു പ്ലേസ് ആയിരിക്കും. ഓക്കെ, സ്കാം ആയിക്കോട്ടെ, പല രീതിയിലുള്ള ഈ ഡ്രഗ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യത്തിലും നെഗറ്റീവ്സ് വരുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഗോവ. എന്നിട്ടും ഗോവ എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ വരുന്നു, എന്തൊക്കെ പ്രശ്നം ഗോവയിലുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും ഗോവ എന്തുകൊണ്ട് ഇത്ര ഹൈലി അല്ലെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് എല്ലാവരും വരുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു, എന്തുകൊണ്ട്? അതാണ് ആ ഒരു ഗോവയുടെ ഒരു പവർ, ഹാപ്പിനെസ്. ഓക്കെ, കാരണം നമുക്ക് എവിടെ ചെന്നാലും കിട്ടേണ്ട ഒരു സന്തോഷം നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചകൾ, കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് എക്സ്പ്ലോറിങ് എല്ലാം നമുക്ക് ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും. അതാണ് ഗോവയുടെ ഒരു ഹൈലൈറ്റ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം
പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വന്ന് ഗോവയിൽ വന്ന് അവിടെ ഒരു ലൈഫ് സെറ്റായപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നൊന്നും ലൈഫല്ല. ഓക്കെ, നമ്മൾ വീട്, ഷോപ്പ് അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ്, വീട്, ഓഫീസ്, വീട്, ബാങ്ക്, അങ്ങനെ പല ജോലിയിൽ ചെയ്യുന്നവരാണ്. നിങ്ങൾ ഒരിക്കൽ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ടൊന്ന് ട്രാവൽ ചെയ്യുക. അത് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണമെന്നില്ല, ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് ഗ്യാങ് ഒന്നും വേണമില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങുക. ഓക്കെ, ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ എന്താണ് നടക്കുന്നത്, ചുറ്റുപാട് എന്തൊക്കെ നടക്കുന്നു, ചുറ്റുപാട് ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരുണ്ട്, അവിടെ എന്തൊക്കെ ഫുഡുണ്ട്. ശരിക്കും ലൈഫ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാടൊന്നും പോകണമെന്നില്ല, കുറച്ച് യാത്ര ചെയ്താൽ മതി. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, ഓക്കെ, വീഡിയോസ് ഇടുന്നു. ഓക്കെ, അവരവരുടെ ലൈഫ് കാണിച്ചുകൊണ്ടിരിക്കുകയോ, നമ്മളത് പകുതി പേരും ആ ലൈഫ് കണ്ടു എക്സ്പ്ലോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ലൈഫ് ഒട്ടും പോരാ, ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് അവരോട് പറയാനൊന്നേ ഉള്ളൂ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ വേണം. ഓക്കെ, നമ്മുടെ ലൈഫ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെന്താണ്, മറ്റുള്ളവരെക്കാളും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം. നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞ് താഴത്താണോ അതോ അവരുടെ മേളിലാണോ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ നമ്മൾ കൂടുതൽ പേരും എന്താ ചിന്തയെന്ന് വെച്ചാൽ നമ്മുടെ മേളിലുള്ളവരെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, മറ്റുള്ളവരുടെ ലൈഫ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തുള്ളവരൊന്ന് നമ്മൾ നോക്കുക. നമുക്കപ്പോൾ മനസ്സിലാവും നമ്മൾ അവരെക്കാളും മുകളിലാണ്. എന്നിട്ട് ലൈഫിലോട്ട് ഇറങ്ങുക. ഓക്കെ, നമ്മുടെ കഴിവ് എന്താണെന്ന് പഠിക്കുക, നമ്മുടെ സ്കില്ല് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ലൈഫിലോട്ട് ഇറങ്ങുക. ഓക്കെ, അത് നമുക്കൊരിക്കലും പഠിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് എന്താണെന്ന് പഠിച്ചാൽ ഞാൻ പഠിച്ചിട്ടല്ല. എനിക്ക് പഠിച്ച് ഒരു സൈഡിൽ കൂടെ കിട്ടിയെങ്കിൽ പോലും എൻ്റെ അനുഭവമാണ് എൻ്റെ ഏറ്റവും വലിയ. ലൈഫിൽ നിന്ന് പഠിക്കണമെങ്കിൽ അത് അനുഭവം കൊണ്ട് മാത്രമേ പഠിക്കത്തുള്ളൂ. നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നോ അത്രത്തോളം നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഉയരാനുള്ള വാശി വരും. അതാണ് ലൈഫ്. ഓക്കെ, അല്ലാതെ പലരും പറയുന്ന പോലെ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആകത്തില്ല. കാരണം വിധി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ എവിടെ എത്തണം, എങ്ങനെ എത്തണം, എവിടെ എത്തിച്ചേരണം, എല്ലാം നമ്മുടെ മേളിലുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ലൈഫ്. എന്നെ ഒരുപാട് പേര് പല രീതിയിലും പറയുന്നു, ബ്രോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആക്ച്വലി ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ ചിന്താഗതി വളർത്തി ഒരുമാതിരി ഡാർക്ക് ആക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പുറത്തിറങ്ങുക, നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് പഠിക്കുക, ചുറ്റുപാട് എന്തൊക്കെയുണ്ടെന്ന് നിരീക്ഷിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ആൾക്കാർ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പല രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ബാക്കിയുള്ളവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ കാർണിവൽ വന്നപ്പോൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം ഈ വീഡിയോയിലല്ലാതെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടാതെ അല്ലെങ്കിൽ വഴിയോരത്ത് വെറും 5-നും 10-നും 100-നും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്നു, രാത്രിയെന്ന് പകലെന്നില്ലാതെ ഒരുപാട് കുഞ്ഞുങ്ങളടക്കം. ഓക്കെ, ഇവൻ കേരളത്തിലാണെങ്കിൽ എന്താ പറയുക, ഒരു കുഞ്ഞിനെ പോലും അവിടെ വളവിക്കാനോ മാലവിക്കാനോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട കാര്യമെന്നോ, ഓരോ കുഞ്ഞുങ്ങൾ ഫുഡിനും വേണ്ടി എന്തിനൊക്കെയാണെന്ന് അറിയത്തില്ല. കാരണം കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. പൈസ കൊടുക്കണമെന്നും സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് വരും, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യം കൂടെ ആയിരുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തായാലും സഹായിക്കും. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നല്ല വഴിക്ക് വരാൻ നോക്കുക. ലൈഫ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞ് കാണിച്ചു തരും. ഇത് ആക്ച്വലി ഞാൻ കാർണിവലിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണെങ്കിലും പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഗെയ്സ്, കാർണിവൽ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു കാർണിവൽ എന്ന് പറഞ്ഞാൽ പറയില്ല. ഇവിടുത്തെ ഓരോ പ്രോഗ്രാമിനും ഇങ്ങനത്തെ മ്യൂസിക് കാര്യങ്ങൾ, ഓരോരോ ഇതേപോലത്തെ ഉള്ള ചെറിയ ചെറിയ പ്രതിമകൾ കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടിയിൽ അവർ എൻജോയ് ചെയ്ത് കിടക്കും. അവരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അതേ ഇതാണ്. അവർ സന്തോഷം കാണുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടോ? എന്നാൽ ഇവിടെ എനിക്കധികം പോലീസോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്ച്വലി. കാരണം അവിടെ എന്താണ് ലൈഫ് എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പം മണാലി അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യുക. അതിന് ഒരുപാട് എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും പറയുന്ന ഒരു ട്രാവൽ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ വേണം, അതില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റാത്തത് ഒരിക്കലും ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങുക. എന്നാലേ നമുക്ക് ഒരിക്കലേ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അന്നുള്ള കാലം മുഴുവൻ നമ്മൾ അവിടെ തന്നെ കിടക്കേണ്ടി വരും. വീണ് കിടക്കാൻ എളുപ്പം, പൊങ്ങി വരാനാ പാട്. പക്ഷെ പൊങ്ങിയാൽ പിന്നെ അതൊന്നൊന്നര കയറ്റമായിരിക്കും.
ഗെയ്സ് കാർണിവലും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇതിൽ ചുരുക്കമാണ്. കൂടുതൽ ഗോവയുടെ വിശേഷങ്ങളും കാര്യങ്ങളോട്ട് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.